നമ്മൾ ആലപ്പുഴയിലേക്ക് യാത്ര തുടങ്ങി. അതായത് രാവിലെ ഫിഷിങ്ങിന് പോകാം എന്ന് വിചാരിച്ചാണ് യാത്ര തുടങ്ങിയത്. ആശാന്മാരുടെ വീട്ടിലോട്ട് നമ്മൾ പോവുകയായിരുന്നു. അവരെ വിളിക്കാനും അവരെ ഒന്ന് ജിജോയെ, രതീഷ് ആശാൻ, സുമേഷ് ആശാൻ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് തിരുവല്ലയ്ക്ക് പോകുന്ന വഴിയിലാണ്. തിരുവല്ലയ്ക്ക് ഇപ്പം പോകുന്ന വഴിയിലുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ അവിടുന്ന് ഒരു ഡീവിയേഷൻ പറഞ്ഞിട്ട് അങ്ങനെ കയറി പോവുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. ഇത്രയും ദൂരം വന്നു കഴിയുമ്പം ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക്. കാരണം ഹെവി ട്രക്കുകൾ വരുന്നത് കൊണ്ട് നമ്മളെ കയറ്റിവിടാൻ അവർ കുറച്ച് താമസം വരും. കാരണം സ്കൂൾ ടൈമെന്നോ അല്ലാത്ത ടൈമെന്നോ ഒന്നുമില്ല, ഫുൾ ടൈം അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതെന്തോ കോർട്ട് ഓർഡർ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഓടാൻ പറ്റുന്നത്. ഇങ്ങോട്ട് വന്ന വഴിക്ക് മഴയായിരുന്നു, മൊത്തം മഴ അലമ്പും. ഇതാണ് നമ്മുടെ വണ്ടി അവിടെ കിടക്കാനുള്ള മെയിൻ കാരണം. യാത്ര ചെയ്യുമ്പോൾ ഇതിലെയാണ് നമ്മുടെ പുഷ്പഗിരിയിലോട്ട് പോകാനുള്ള വഴി, ഷോർട്ട് കട്ട്. ഇതിൽ വെയിറ്റ് ചെയ്ത് കയറിപ്പോയാലും പുഷ്പഗിരിയിൽ നമുക്ക് പോകാം. നമ്മൾ ഈ സ്കൂൾ ടൈം ആണെങ്കിൽ പോലും ഈ ട്രക്കുകൾക്കൊരു വികസനം നമുക്ക് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ സ്കൂൾ ടൈമിൽ ഇവർ 40 കിലോമീറ്റർ സ്പീഡിലൊന്നുമല്ല പോകുന്നത്, വളരെ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഇവർ റിട്ടേൺ ഓരോ ലോഡിന് ഇവർക്ക് കമ്മീഷൻ ബേസിലാണ് ഇവർ ഓടുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല സ്പീഡിൽ വന്നാലേ അവരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് അവർ അത്രയും സ്പീഡിലാണ് പോകുന്നത്. പിന്നെ ആണെങ്കിൽ ഇപ്പം വന്ന് പെട്ടത് വേറൊരു KSRTCയുടെ ഫ്രണ്ട് വേറൊരാൾ. ഇവർ രണ്ടുപേരോടും വലിച്ചിരിക്കുക. അവൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒറ്റ വണ്ടി പോലും പോകുന്നില്ല. 1 കിലോമീറ്റർ അപ്പുറത്ത് ഓട്ടോ പോകുന്നുണ്ട്, എന്നാലും അവൻ വണ്ടി ഓടിക്കത്തില്ല. എന്തോ ചെയ്യാം, മനുഷ്യനാണ് റോഡിൽ കിടന്ന് പെട്ട് നശിപ്പിച്ച് നാരായണക്കല്ല് വെച്ചാണ് നമ്മൾ റോഡിൽ കൂടെ പോകുന്നത്. എങ്ങനെയെങ്കിലും ഓടി എത്താമെന്ന് വിചാരിച്ച് ഒരു 50 കിലോമീറ്റർ സ്പീഡെങ്കിലും കിട്ടണ്ട. ഇത് 10, 30, 20, 25 എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് വല്ല നടക്കും. KSRTC പോലും ആ സ്വിഫ്റ്റ് ലോങ് അവിടെ പോകുന്ന റൂട്ട് പോകുന്ന വണ്ടിയാണ്. അതവിടെ കിടന്ന് പെട്ട് നിരങ്ങി അലമ്പി. നമ്മുടെ ഫ്രണ്ടിലാണ് എല്ലുകാരൻ, അവനാണ് സൈഡും തരത്തില്ല. ഒരു പരുവത്തിൽ ഇങ്ങനെ നിൽക്കുക. അവൻ ഓടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവന് ഓടിക്കാൻ പറ്റില്ല. എല്ലുകാരനാണല്ലോ, അവനോട് നല്ലൊരു ഗ്യാപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ ഇന്നത്തെ സ്ഥിതിയിൽ. ഇങ്ങനെ നമ്മൾ തിരുവല്ലയിൽ ഏകദേശം എത്തിയിരിക്കുന്നു. 2 സൈഡിലും ബിൽഡിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചെറിയ രീതിയിലൊക്കെ ഒരു പമ്മലുണ്ട്, മഴയുടെ ആയിരിക്കും. ഇത് കയറിയിരിക്കുന്നു, നമുക്ക് കയറാൻ പറ്റത്തില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടാണിത്. അവൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോട്ടെ. വല്ല ഗ്യാസോ വല്ലതും ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. വല്ല പമ്മി ഇരിക്കുക രക്ഷയുള്ളൂ വണ്ടി. അവൻ എങ്ങോട്ട് തിരിയുന്നു എന്നുള്ള കാര്യം നമുക്കറിയേണ്ട കാര്യമില്ല. അവൻ എതിലേലും പോട്ടെ, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതി. അവൻ്റെ ബായിക്ക് കൊണ്ട് നമ്മുടെ മോന്ത ഇപ്പം പോകേണ്ട അവസ്ഥയായേനെ. എന്തോ ചെയ്യാം, നിപ്പിൽ ഇൻഡിക്കേറ്റർ പോലും ഇടാതെ ആശാൻ തിരിഞ്ഞ് കളഞ്ഞു. ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് വീണ്ടും ആലപ്പുഴയിലേക്ക് യാത്ര തുടങ്ങാം എന്നൊരു പ്ലാൻ ചെയ്തു. ഈ കട സ്ഥിതി ചെയ്യുന്നത് കമ്മൂൺ ആംഗ്ലേസിലെ, ചങ്ങനാശ്ശേരി കമ്മൂൺ ആംഗ്ലേസിന് നേരെ ചേർന്നിരിക്കുന്ന കടയാണ്. അവിടെ വലിയ കുഴപ്പമില്ല ഫുഡ്. ഞങ്ങൾ കഴിച്ച ഫുഡ് കുഴപ്പമില്ല. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. കണ്ടപ്പം ആളുകൾക്ക് ഇതിലെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. മീൻ പിടിക്കാം എന്നുള്ള പ്ലാനിലാണ് ശരിക്കും പോകുന്നത്. മീൻ പിടിച്ച് കൊണ്ടുവരാം. ഇതൊരു ട്രാവൽ വീഡിയോ മാത്രമാണ്. ഇതിൻ്റെ പുറമേ വരും മറ്റു നമ്മുടെ വീഡിയോകളുമെല്ലാം, മീൻ പിടിച്ച വീഡിയോസും എങ്ങനെ പിടിച്ചു എന്നുള്ളതൊക്കെ. അപ്പം വഴി ഉഗ്രനാണ് കേട്ടോ, വഴി ഉഗ്രനാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ റോഡുകൾക്ക് വലിയ ഹൈറ്റില്ലാത്ത. ബാക്കി എല്ലാ ഭാഗത്തും വെള്ളം കയറാൻ സാധ്യത കുറവാണ്. മിക്കവാറും ആ താഴ്ന്നു കിടക്കുന്ന ഭാഗങ്ങളുടെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടുകയായിരുന്നു വളരെ ഉപകാരമായിരുന്നു. ഇത് പടവ് കൊണ്ട് വലിയ ഉപകാരം നാട്ടുകാർക്കും ഇതിലെ പോകുന്ന യാത്രക്കാർക്കും സുഖകരമായിട്ടാണ്. പക്ഷേ പഴയതിനേക്കാളൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു റോഡുകൾക്കൊക്കെ. പിന്നെ റോഡ് ചെയ്യുമ്പം കുറച്ചുകൂടെ കാര്യമായിട്ട് അത് നോക്കി നടത്തുന്ന ആളുകൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കണം. കാരണം പുതിയ പണി കഴിഞ്ഞ റോഡുകൾക്കും നല്ല രീതിയിൽ ക്രാക്കുകൾ കാണുന്നുണ്ട്. റോഡുകളുടെ സൈഡ് ഭാഗമൊക്കെ
ചെറിയ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിപ്പോയാൽ വളരെ ഉപകാരമാണ്. ബില്ലൊക്കെ പാസ്സാക്കുന്ന ആളുകളെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. യാത്ര സുഖകരമായിട്ട് അങ്ങോട്ട് പോകുന്നു. ആലപ്പുഴയുടെ പ്രകൃതി രമണീയമായ സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര സുന്ദരമാണ് നമ്മുടെ കേരളം. പക്ഷേ പണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം കൃഷി ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് സുമേശേഷൻ ചോദിച്ചത് ഇതാരടായി. ആറിനടുക്ക് മൊത്തം ഈ പോസ്റ്റ് കുത്തിയേക്കുന്നത്. പിന്നാണ് കാര്യം മനസ്സിലായത്, ആറല്ല അത് മൊത്തം കണ്ടമാണെന്നുള്ള കാര്യം മനസ്സിലായത്. ഇപ്പം വീണ്ടും കൃഷിക്കുള്ള പ്ലാനാണോ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കണ്ടമെല്ലാം വെള്ളമെല്ലാം പറ്റിച്ചിട്ടേക്കുന്നവർ തോന്നുന്നു. ചില രീതിയിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം ചിലയിടത്താണെങ്കിൽ ഫുൾ വെള്ളം കയറ്റി പഴയ ഞാറും ഇതെല്ലാം അഴുകിപ്പോകാൻ വേണ്ടി എല്ലാം ഇട്ടേക്കുവാണ്. രണ്ട് വട്ടം കൊണ്ട് വെള്ളം കയറ്റിയിടുന്ന പരിപാടി ഉണ്ടല്ലോ. ഇതാകുമ്പോൾ മൊത്തം വെള്ളം കയറി അളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വളം കൂടെ ആണല്ലോ, മീനും ആകും. ഒരു നെല്ലെന്നുള്ള പഴയ പരിപാടി മാറി. ഇപ്പം മീനുണ്ട്. ഇപ്പം കണ്ടമെല്ലാം ലെവലാക്കിയിട്ടേക്കുന്നത്. അതെനിക്കൊരു സംശയം, വീണ്ടും കൃഷിക്കുള്ള പ്ലാനാണോ എന്നൊരു. പരമ്പരാഗതമായ മത്സ്യങ്ങൾ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ടെങ്കിലും നമ്മളിപ്പോൾ പല ഡാമുകളും, അതായത് സീതത്തോട് ചിറ്റാറ് ഭാഗങ്ങളിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് ഡാമുകൾ വന്നിട്ടുണ്ട്, ഇടുക്കി വന്നിട്ടുണ്ട്. പരമ്പരാഗതമായ മത്സ്യങ്ങൾ ഒരു കാരണവശാലും ഈ ഡാമുകളിലൊന്നും സഞ്ചരിക്കാനുള്ള ഒരു വഴി അവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിലൊക്കെ ആണെങ്കിൽ ഇതിനൊരു സൈഡിൽ കൂടെ അതായത് ഇതിനെ കയറിപ്പോകാൻ, അതായത് നല്ല സീസൺ ടൈം ആകുമ്പം ഇത് ഊത്ത കയറുന്നവർ കയറിപ്പോകാനൊരു വഴി ഡാമുകളിൽ നിന്നിട്ടുണ്ട്. വെള്ളം ഓവർഫ്ലോ ആകുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ചെറിയ സ്റ്റെപ്പുകൾ കെട്ടി അതിലെ കൂടെ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പരമ്പരാഗത മത്സ്യങ്ങളെല്ലാം മുൻകൂട്ടി. ഞാൻ ആ പറഞ്ഞ കാര്യം ചിന്തിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം പരമ്പരാഗത മത്സ്യങ്ങൾ ഡാമുകളിലും ഉൾനാടുകളിലും കയറി ചെന്നാൽ മാത്രമേ ഇത് സർവേ ചെയ്യത്തുള്ളൂ. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ വിദേശ ഇനം മത്സ്യങ്ങളെയാണ് നമ്മുടെ പല ഡാമുകളിലും നമ്മൾ വളർത്താൻ കൊണ്ടിടുന്നത്. നമ്മുടെ പരമ്പരാഗത മത്സ്യങ്ങളുടെ വളർച്ച ഇല്ലാതാവുകയും പൂർണ്ണമായിട്ട് അത് നശിച്ചു പോകാനുള്ള സാധ്യത കൊണ്ടാണ്. അതിനിടയ്ക്ക് ഊത്ത പിടിക്കല്ല എന്ന് പറയുന്ന പരിപാടി എനിക്ക് ന്യായമായി തോന്നുന്നുണ്ടെങ്കിലും ഇതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചിന്തിക്കുന്ന കാര്യമല്ലേ. ഈ ഊത്ത എവിടെ കയറി പോകണം? ഒരു ഡാമിൽ നിന്ന് വേറെ ഡാമിൽ വരെ കയറി പോകത്തില്ല. അതിൻ്റെ തൊട്ട് ഭാഗത്ത് ചിലപ്പം 3, 4, 5 ആറുകളോ തോടുകളോ കാണത്തുള്ളൂ. ഞങ്ങളുടെ ആ പ്രദേശങ്ങൾ പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഊത്ത പിടുത്തം ആരും ഊത്ത പിടിക്കാനിപ്പം പോകുന്നേ ഇല്ല. ഇപ്പം ഊത്ത കയറിയിട്ട് വേറെ ഊത്ത പിടിക്കാൻ പോകും. ഊത്ത കയറുന്നേ ഇല്ല. 1, 2, 6 തോടുകൾ മാത്രമേ കാണത്തുള്ളൂ. അതിനകത്തൊരു ഊത്ത കയറാൻ വളരെ കുറവും. കൂടുതലും കയറുന്ന കല്ലോങ്ങാലി എന്ന് പറഞ്ഞ ഒരു മത്സ്യമാണ്. മറ്റുള്ള മത്സ്യങ്ങളൊന്നും കയറാൻ ചുരുക്കത്തിൽ കുറവാണ്. പരമ്പരാഗത മത്സ്യം എന്ന് പറയാൻ വേണ്ടി ഞങ്ങളുടെ ഡാമുകളിൽ ഇപ്പം ആപ്പാടെ കാണുന്ന കരിങ്ങടയും കൂരലും ഒക്കെ ഉള്ളൂ. ഇപ്പം ഡാമുകൾ വന്നതുകൂടി ആരകന്റെയും ബ്ലാഞ്ഞിന്റെയും അളവ് പോലും കുറഞ്ഞു പോയി. കാരണം മണ്ണ് വന്ന് നികന്ന് അതുങ്ങൾ ഇരിക്കുന്ന പൊത്തുകൾ പോലും ഇല്ലാതായി. ഇത് ഞാൻ പറഞ്ഞ പോലെ സൈഡ് വഴിയുള്ള വഴി കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുവാണെങ്കിൽ പരമ്പരാഗത മത്സ്യങ്ങൾ, ഈ ആലപ്പുഴ കുട്ടനാട് കിടക്കുന്ന പരമ്പരാഗതമായ മത്സ്യങ്ങളെല്ലാം നമ്മുടെ ഈ പ്രദേശത്തേക്കെല്ലാം കയറി വരും. ഇതുപോലെ എന്തെങ്കിലും സമയത്ത്, അതായത് കടൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഇത്രയും വലിയ വില കൊടുത്ത് വാങ്ങിക്കാതെ അവനവൻ്റെ കാര്യത്തിന് വേണ്ടി വില ചൂണ്ടയിടുവോ ചെറിയ വല വീശുവോ ചെറിയ വല കെട്ടിയൊക്കെ മീൻ പിടിക്കുകയൊക്കെ ചെയ്ത് ആളുകൾ ജീവിച്ചു പോകും. ഇതുകൂടെ സർക്കാർ ഒന്ന് ചിന്തിച്ചാൽ വളരെ വലിയ ഉപകാരമാണ്. കാരണം മീനില്ലാതെ ഈ കിഴക്കൻ മേഖലയിലുള്ള ആൾക്കാരും ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മാംസം കഴിക്കുന്നതിനേക്കാൾ കൂടുതലും ആളുകൾ കഴിക്കുന്നത് മത്സ്യമാണ്.
എല്ലാ ദിവസവും ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഈ ഭാഗത്തുള്ള കിഴക്കൻ മേഖലയുള്ള ഭാഗത്തുള്ള ആളുകളെല്ലാം എല്ലാ ദിവസവും അവരവരുടെ വീട്ടിൽ മത്സ്യം കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതൊരു ന്യായമായ ആവശ്യമാണെന്ന് കണ്ട് അംഗീകരിച്ചു തരുമോ? നമ്മളൊരു തീരദേശ ഹൈവേയുടെ യാത്ര ചെയ്യുമ്പോൾ കഴിവതും കാറിൽ യാത്ര ചെയ്യാതിരിക്കുക. കാറിൽ യാത്ര ചെയ്ത സൈഡുള്ള ഭാഗത്തൊന്നും കാണാൻ പറ്റത്തില്ല. കഴിവതും KSRTCയിലോ സ്വിഫ്റ്റിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല വിശാലമായ കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊന്നും കാണത്തില്ല. കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫ്ലൈ ഓവറിന് വണ്ടിയൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന അതേ ഫീലിംഗ് മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം വണ്ടി നിർത്തി നമുക്കത് കാഴ്ച എടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. ഫ്ലൈ ഓവറിന് വണ്ടില്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇതേ മാറ്റം ഞങ്ങളുടെ ആ ശബരിമല റോഡിനൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഈ ശബരിമല റോഡ് ആ ലാഹക്കയറ്റമൊക്കെ ഒഴിവാക്കി നേരെ ചിറ്റാറസുഖത്തോട് വഴി ആങ്ങൂഴി വഴി ഈ ഹൈവേ വല്ലവരണം പോവുകയായിരുന്നെങ്കിൽ ഇത്രയും വലിയ കയറ്റങ്ങൾ ഒഴിവാക്കാമായിരുന്നു. നേരെ ചെന്ന് കയറുന്ന നിലയ്ക്കലോട്ടും. മറ്റേത് എരുമേലി വഴി കയറി വരുന്ന യാത്രയെന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമാണ്. എങ്ങനെ ഇതിലെ കൂടെ യാത്ര ചെയ്ത് പോകുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് തുമ്പോളി കടപ്പുറത്താണ്. അവിടെ ഇങ്ങനെ പത അടിഞ്ഞു കൂടിയിരിക്കാം. നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോയതാണ്. പക്ഷെങ്കിൽ അവിടെ ചൂണ്ട പോലും നിൽക്കാൻ പറ്റത്തില്ല. എറിഞ്ഞിട്ടാൽ പോലും കിടക്കത്തില്ല. ഭയങ്കര രോക്ഷാകുലനാണ് നമ്മുടെ കടലണ്ണൻ ഭയങ്കര പ്രശ്നമാണ്. മൊത്തം പത അടിഞ്ഞു കയറി കിടക്കുന്ന കണ്ടപ്പം പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കണ്ടെയ്നർ വന്നതിൻ്റെയൊക്കെ ഉണ്ട് എന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. പക്ഷെ നമ്മളൊന്നും കണ്ടൊന്നുമില്ല. പക്ഷേ ഇതുപോലെ നേരത്തെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇത് ട്രാവലിംഗ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇതിനോട് ചേർന്നുണ്ടായിരുന്നു. പക്ഷേ ലെങ്ത് കൂടുന്നത് കൊണ്ട് നമ്മൾ ഏകദേശം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചാനൽ കയറി കാണുന്നതിൻ്റെ കൂട്ടത്തിൽ സബ്സ്ക്രൈബും ലൈക്ക് ബട്ടണും ഒന്ന് എനേബിൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷമായിരുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ശുഭദിനം, ശുഭപ്രതീക്ഷ.